നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും 2026-27 അധ്യയന വർഷത്തിൽ ബിടെക് പ്രോഗ്രാമുകളുടെയും 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുടെയും ഒക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച സർവകലാശാല കുസാറ്റ്, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. ഇന്ത്യക്ക് തന്നെ അഭിമാനാർഹമായ ഈ നമ്മളുടെ കൊച്ചി സർവകലാശാലയുടെ കുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാം മെയ് 9, 10, 11 തീയതികളിലായി നടക്കുന്നു. നമുക്കറിയാം, ഏറ്റവും അധികം വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് കുസാറ്റ് ക്യാമ്പസിൻ്റേത്. എഞ്ചിനീയറിങ്ങിൻ്റെ ഈ വൈവിധ്യത്തോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായ അലൂമിനി ഗ്രൂപ്പിൻ്റെ ഒരു സപ്പോർട്ടും നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന റിസർച്ചിൻ്റെയും ഒക്കെയുള്ള ഉപരിപഠനത്തിനൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു കേരളത്തിൻ്റെ അഭിമാന ക്യാമ്പസ് തന്നെയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കുസാറ്റ്. കുസാറ്റിൻ്റെ കാറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. admissions.kusat.ac.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. വൈവിധ്യമാർന്ന എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ IITകളിൽ മാത്രം കാണപ്പെടുന്ന ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് പോലുള്ള പ്രോഗ്രാമുകൾ, പരമ്പരാഗതമായിട്ടുള്ള നമ്മളുടെ ബിടെക് പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും ഒക്കെ പ്രോഗ്രാമുകൾ, ഏറ്റവും നൂതനമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള ബിടെക് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ഫോട്ടോണിക്സ് പോലെയുള്ള പ്രോഗ്രാമുകൾ. അപ്പം ഒരു കുട്ടിക്ക് ഏത് തരത്തിലുള്ള ഒരു പാഷനും ആറ്റിറ്റ്യൂഡിനും അനുസരിച്ച് തൻ്റെ പ്രോഗ്രാമുകളെ സെലക്ട് ചെയ്യുവാനും തൻ്റെ കരിയറിലെ ഏറ്റവും ശക്തമായ UG പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു മേഖലയാണ് കുസാറ്റ് ക്യാമ്പസ് നിങ്ങൾക്ക് നൽകുന്നത്. അതൊക്കെ കൂടാതെ മറൈൻ എഞ്ചിനീയറിങ്ങും ജൂണിൽ നടക്കുന്ന IMU ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിലൂടെയാണ് കുസാറ്റ് ക്യാമ്പസിലുള്ള കുഞ്ഞാലിമരക്കാർ മറൈൻ എഞ്ചിനീയറിങ്ങിന് നമുക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബിടെക് പ്രോഗ്രാമുകൾക്കുള്ള എൻട്രൻസ് എക്സാം മെയ് 9, 10, 11 തീയതികളിൽ നടക്കുന്നു. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കുള്ളതും മെയ് 9, 10, 11 തീയതികളിൽ കുസാറ്റ് തന്നെ ഓൺലൈനായിട്ട് നടത്തുന്നു. മറൈൻ എഞ്ചിനീയറിങ്ങിന് മാത്രം വിദ്യാർത്ഥികൾ കുസാറ്റിൻ്റെ ഈ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യണം. ഒപ്പം IMU ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം എഴുതി യോഗ്യത നേടുകയും ചെയ്യണം. അപ്പോൾ ഈ 2026-27 അധ്യയന വർഷം എൻട്രൻസിൻ്റെ മാർക്കിലൂടെ തന്നെ നമുക്കറിയാം, കേരള എഞ്ചിനീയറിങ്ങിന് +2 മാർക്കും കൂടെ കൂട്ടിയാണ് കേരള എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടുന്നതെങ്കിൽ എൻട്രൻസിൻ്റെ റാങ്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകളും ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളും ഒക്കെ വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെബ്സൈറ്റാണ് കുസാറ്റ്. ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഈ വരുന്ന മാർച്ച് 5-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ വർഷം ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ മേഖലയിലേക്ക് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൺലൈൻ ആപ്ലിക്കേഷനാണ് കാറ്റ് 2026. എന്തൊക്കെയാണ് പ്രോഗ്രാമുകൾ, എൻട്രൻസ് ടെസ്റ്റ് ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെയുള്ള വിവിധ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷൻസ്, അതിൻ്റെ ഓൾറെഡി വീഡിയോ ഇൻസ്ട്രക്ഷൻസും ഒക്കെ കുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രോസ്പെക്ടസിലോട്ട് കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്രോഗ്രാമുകളാണ് കുസാറ്റ് ക്യാമ്പസിൻ്റെ, നമുക്കറിയാം 2 പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ, ഒന്ന് നമ്മളുടെ കൊച്ചിയിലും മറ്റൊന്ന് ആലപ്പുഴയിലുമാണ് എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. മറൈൻ എഞ്ചിനീയറിംഗ് ഉള്ളത് കുഞ്ഞാലിമരക്കാർ ക്യാമ്പസിൽ തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ബിടെക് പ്രോഗ്രാമുകൾ 4 വർഷത്തെ പ്രോഗ്രാമുകൾ, അതായത് 8 സെമസ്റ്റർ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഇങ്ങനെ 12 മേഖലകളിലോട്ടാണ് നമുക്ക് കുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ ബിടെക്കിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിൽ മറൈൻ എഞ്ചിനീയറിങ്ങിന് മാത്രം IMUവിൻ്റെ CETയും കൂടെ എഴുതിയിരിക്കണമെന്ന് നിർബന്ധം. ഇനി 5 ഇയർ പ്രോഗ്രാമുകൾ നമുക്കറിയാം. ഫോട്ടോണിക്സ് വളരെ വർഷങ്ങളായിട്ട് തന്നെ ക്യാമ്പസിൽ, നമ്മുടെ കുസാറ്റിൻ്റെ ക്യാമ്പസിൽ മാത്രം കാണുന്ന ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ് ഫോട്ടോണിക്സ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജിക്കൽ സയൻസ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, എൻവയോൺമെൻറ്റൽ സയൻസ്, അതുപോലെ എക്കണോമെട്രിക്സ് പോലെയുള്ള 9
5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കും കുസാറ്റിൻ്റെ ക്യാറ്റ് ഓൺലൈൻ എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വിവിധ കോഡുകളാണ്. അതിൽ നമുക്ക് 2 കോഡുകളിലെങ്കിലും 2 ടെസ്റ്റ് കോഡുകളിലെങ്കിലും എക്സാം എഴുതണമെങ്കിൽ 1500 രൂപയാണ് ജനറൽ വിഭാഗത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. SC/ST വിഭാഗത്തിന് 700 രൂപയും. അതിൽ കൂടുതൽ ടെസ്റ്റുകൾ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് 500 രൂപ അഡീഷണലായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായി വരും. കുസാറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്യാമ്പസുകൾ, ഒന്ന് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസ് 1, മറ്റൊന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ബിടെക് പ്രോഗ്രാമുകളുടെ അവൈലബിൾ സീറ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സിവിൽ എഞ്ചിനീയറിംഗിന് 90 സീറ്റുകളുണ്ടെങ്കിൽ കുട്ടനാടിലുള്ളത് 60 സീറ്റാണ്. ഇത് കൊച്ചി തൃക്കാക്കരയിലെ ക്യാമ്പസിൽ 90 സീറ്റുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന് 143 സീറ്റുകൾ മെയിൻ ക്യാമ്പസിലുണ്ടെങ്കിൽ 120 സീറ്റുകളാണ് കുട്ടനാടുള്ളത്. അങ്ങനെ എല്ലാ ബിടെക് പ്രോഗ്രാമുകളുടെയും അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുടെയും അവൈലബിൾ ഇൻടേക്ക് സീറ്റുകൾ നമ്മളുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിടെക് ഇൻ മറൈൻ എഞ്ചിനീയറിംഗിന് 80 സീറ്റുകളാണ് കുഞ്ഞാലിമരക്കാർ ക്യാമ്പസിലുള്ളത്. അവിടെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിർബന്ധമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ CET എഴുതി അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറൈൻ എഞ്ചിനീയറിംഗിന് കുഞ്ഞാലിമരക്കാർ ക്യാമ്പസിലെ പ്രവേശനം. ബിടെക്കിനും അതുപോലെ തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കും ക്യാറ്റ് 2026 ഓൺലൈൻ ടെസ്റ്റ് കോഡിനനുസരിച്ചുള്ള സബ്ജക്റ്റുകളും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് നോക്കാം. ബിടെക് പ്രോഗ്രാമുകൾക്ക് 101 എന്ന കോഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. മൊത്തം ഓൺലൈൻ ടെസ്റ്റാണ്. അത് 3-4 ദിവസങ്ങളിലായിട്ട് മെയ് 10, 11, 12 തീയതികളിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുമ്പോഴാണ് ഓരോ ഡേറ്റും ഏത് ഷിഫ്റ്റ് ആണെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ചായിരിക്കും റാങ്ക് തീരുമാനിക്കുക. 3 മണിക്കൂറുള്ള എക്സാമാണ് ബിടെക്കിന് വേണ്ടിയിട്ടുള്ളത്. മൊത്തം 225 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിനകത്ത് മാത്തമാറ്റിക്സിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, 90 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഫിസിക്സിന് 75 ക്വസ്റ്റ്യനും കെമിസ്ട്രിക്ക് 60 ക്വസ്റ്റ്യനും. കഴിഞ്ഞ വർഷം നമുക്കറിയാം ഓരോ സബ്ജക്റ്റിനും നിശ്ചിത സമയം അനുവദിച്ചിരിക്കുകയായിരുന്നു. അതായത് മാത്തമാറ്റിക്സിൻ്റെ സമയത്തിൽ മാത്തമാറ്റിക്സ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനുശേഷം ഫിസിക്സ് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. അതിനുശേഷം കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് മാത്രം. അതിൻ്റെ നിശ്ചിത സമയത്ത് മാത്രമേ ആ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ എഴുതാൻ അനുവദിക്കുമായിരുന്നുള്ളെങ്കിൽ ഈ വർഷം അത് മാറ്റിയിട്ട് 3 മണിക്കൂറിൽ ഒരു വിദ്യാർത്ഥിക്ക് ഏത് സബ്ജക്റ്റിലെ ഏത് ക്വസ്റ്റ്യനും ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. മാറി മാറി ഏത് സബ്ജക്റ്റും 3 മണിക്കൂറും അവൈലബിൾ ആയിരിക്കും. നമ്മളുടെ സാധാ JEE പോലെയും അല്ലെങ്കിൽ മറ്റുള്ള എൻട്രൻസ് എക്സാം പോലെ എല്ലാ ക്വസ്റ്റ്യനും ഫുൾ ടൈം വിൻഡോയിലുണ്ടായിരിക്കും. ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളെല്ലാം തിരഞ്ഞെടുക്കാനും ടഫ് അനുസരിച്ച് അല്ലെങ്കിൽ അവനവൻ്റെ ഈസി അനുസരിച്ച് ഏത് ക്വസ്റ്റ്യനും അവൈലബിളായി ചെയ്യാനായിട്ട് സാധിക്കും. മൊത്തം 225 ചോദ്യങ്ങളാണ് 180 മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ ഈ വർഷത്തെ പ്രത്യേകത ഏറ്റവും കറക്റ്റ് ആൻസറിന് 4 മാർക്കും നെഗറ്റീവിന് -1 കുറയ്ക്കുന്നത്. മെഡിക്കൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 104 എന്ന കോഡിലൂടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചോയ്സ് കൊടുക്കാനായിട്ടുള്ളത് ആവില്ല. ഏത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ് അവൈലബിൾ എന്നുള്ളതനുസരിച്ച് നമ്മളുടെ റാങ്കിൻ്റെ ബേസിലായിരിക്കും നമുക്ക് നൽകുന്നത്. ബയോളജിക്കൽ സയൻസിന് 15 സീറ്റുകൾ, കെമിസ്ട്രിക്ക് 18 സീറ്റ്, മാത്തമാറ്റിക്സിന് 18 സീറ്റ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന് 15 സീറ്റ്, ഫിസിക്സിന് 18 സീറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് 20 സീറ്റ്, ഫോട്ടോണിക്സിന് 20 സീറ്റ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 24 സീറ്റ്. അങ്ങനെയായിരിക്കും 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ടിൻ്റെയും മാർക്കിംഗ് സ്കീം നമുക്ക് നോക്കിയാൽ ഫിസിക്സിന് 75 ക്വസ്റ്റ്യൻ, മൊത്തം 300 മാർക്ക്, കെമിസ്ട്രി 60 ക്വസ്റ്റ്യനിൽ നിന്ന് 240 മാർക്ക്, മാത്തമാറ്റിക്സ് 90 ക്വസ്റ്റ്യനിൽ നിന്ന് 360 മാർക്ക്, മൊത്തം 3 മണിക്കൂർ. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലോട്ട് നോക്കിയാൽ ഫിസിക്സിന് 60 ചോദ്യം 240 മാർക്ക്, കെമിസ്ട്രി 75 നിന്ന് 300 മാർക്ക്, ബയോളജി 90 നിന്ന് 360 മാർക്ക്. അങ്ങനെ മൊത്തം 900 മാർക്കിലായിരിക്കും നമ്മളുടെ പേഴ്സൻറ്റേജ് സ്കോർ കണക്കാക്കുന്നതും ബിടെക്കിൻ്റെയും 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെയും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ക്യാറ്റ് 2026 റാങ്ക് അനുസരിച്ച് നമുക്ക് 2-3 രീതിയിൽ ഒരേ സീറ്റിന് തന്നെ ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. സ്റ്റേറ്റ് മെറിറ്റിൽ കേരളൈറ്റ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ് മെറിറ്റിനനുസരിച്ച് സീറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കേരള കീമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് കേരളൈറ്റ് എന്നുള്ള സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് SMലുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ജന്മസ്ഥലം കാണിക്കുന്ന കേരളയിൽ നിന്ന് കാണിക്കുന്ന ഏത് പ്രൂഫും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓൾ ഇന്ത്യ മെറിറ്റ് എന്ന് പറയുന്ന സീറ്റുണ്ട്. നമുക്ക് ഫീസ് കൂടുതലായിരിക്കും. നമുക്ക് ഒരു ചോയ്സ് തന്നെ ഇപ്പോൾ കുസാറ്റ് ക്യാമ്പസിൻ്റെ SOEയിലെ മെയിൻ ക്യാമ്പസിലെ കമ്പ്യൂട്ടർ സയൻസ് തന്നെ സ്റ്റേറ്റ് മെറിറ്റിലും ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. AIM ഓൾ ഇന്ത്യ മെറിറ്റിലും ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഓൾ ഇന്ത്യ മെറിറ്റിന് ഫീസ് കൂടുതലായിരിക്കും. NRI സീറ്റുകൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ ഈ സീറ്റുകൾ മാത്രം AIM സീറ്റുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. CAT 2026 ഓൺലൈൻ എൻട്രൻസ് എക്സാമാണ്. അതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ 9-ാം തീയതി 101 104 ഉണ്ടാവുകയില്ല. ബാക്കിയുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവുക. ബിടെക്കിനുള്ള 101 10-ാം തീയതി മെയ് 10-ാം തീയതി ഉണ്ടായിരിക്കും. അത് 2 ഷിഫ്റ്റിൽ രാവിലെ 9:30 മുതൽ തുടങ്ങുന്ന ഷിഫ്റ്റിലും ഉച്ച കഴിഞ്ഞിട്ട് 2:30 ഷിഫ്റ്റിലും ഉണ്ടാകും. അതുപോലെ തന്നെ അന്ന് MSc ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനുള്ള പരീക്ഷയും ഉണ്ടാവും. 11-ാം തീയതിയും അതുപോലെ തന്നെ രാവിലെയും ഉച്ച കഴിഞ്ഞും 2 ഷിഫ്റ്റ് ഉണ്ട്. അങ്ങനെ മെയ് 10, 11 തീയതികളിലായിരിക്കും ഓൺലൈൻ എൻട്രൻസ് എക്സാം. അപേക്ഷിക്കാനുള്ള തീയതി admissions.kusat.ac.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അപേക്ഷിക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 5-ാം തീയതിയാണ്. ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ബോർഡ് എക്സാം എഴുതിയിട്ട് ഈ വർഷം ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമാണ് മെയ് 10, 11 തീയതികളിലായിട്ട് നടക്കുന്ന CAT 2026. ബിടെക്കിൻ്റെയും മറ്റ് അനുബന്ധ പ്രോഗ്രാമുകളുടെയും ധാരാളം മേഖലകളിലേക്ക് നമുക്ക് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവേശനം നേടാനായിട്ട് സാധിക്കും. മെയ് 10, 11 തീയതി നടക്കുന്ന എൻട്രൻസിൻ്റെ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ജൂൺ, ജൂലൈ മാസങ്ങളിൽ പ്രവേശനം നടത്തി ഏറ്റവും ആദ്യം ക്ലാസ്സുകൾ ആരംഭിക്കുന്നു എന്നുള്ള പ്രത്യേകതയും കുസാറ്റിന് സ്വന്തമാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ അധ്യയന വർഷം ഒരു ബിടെക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വൈവിധ്യമാർന്ന നിരവധി എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെയും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുടെയും ഒക്കെ ഏറ്റവും വലിയൊരു ശൃംഖല തന്നെയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. മലയാളികൾക്ക് അഭിമാനമായ ഈ ക്യാമ്പസിലുള്ള നിങ്ങളുടെ ബിടെക് പഠനം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പഠനം നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി തന്നെ മാറും. തീർച്ചയായും admissions.kusat.ac.in എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് 5-നുള്ളിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. മെയ് 10, 11 തീയതികളിൽ ബിടെക്കിൻ്റെ എക്സാമിനായി നിങ്ങൾക്ക് തയ്യാറെടുക്കുക. JEE എക്സാമിനൊക്കെ ശേഷം JEEയുടെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നല്ലൊരു ക്യാമ്പസ് നിങ്ങൾ വേറെ തേടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CAT എൻട്രൻസ് എക്സാം തീർച്ചയായിട്ടും ഒരു സഹായകമായിരിക്കും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൃത്യമായിട്ടും കോഴ്സിനെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി CAT 2026 ഇന്ന് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.